ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ? അപ്പം നമ്മൾ നേരെ പോയേക്കുന്നത് നമ്മുടെ എറണാകുളത്തേക്കാണ്. നമ്മുടെ ബ്രോഡ്വേ മാർക്കറ്റൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഇന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു, സൺഡേ ആയതുകൊണ്ട്. പിന്നെ സൺഡേ മാത്രമല്ല, എറണാകുളത്തിൻ്റെ ഒരു കൂടപ്പറപ്പാണല്ലോ ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്കൊക്കെ താണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലേക്കാണ്. അവിടെ ഓണത്തോടനുബന്ധിച്ച് കുറേ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്, അക്കോറിയൊക്കെ ഉണ്ട്. നമ്മളത് കാണാനായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം തപ്പിയാണ് നടക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തെത്തിയിട്ടുണ്ട്. നമ്മളിത് ആ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു. 2 പേർക്കും 120 രൂപയാണ് കേട്ടോ ഒരു ടിക്കറ്റിന്. എനിക്ക് അത്യാവശ്യം വേർത്തായിട്ട് തോന്നി. അക്വേറിയം കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് നല്ല വേർത്തായിരിക്കും. എനിക്ക് ഭയങ്കര എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മൾ കാണാത്ത പല തരത്തിലുള്ള മീനുണ്ടായിരുന്നു, പല സൈസിലുള്ളതും പല കളറിലുള്ളതും, വലിയ മീനും കുഞ്ഞു മീനും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടി ഇതൊക്കെ നടന്നിങ്ങനെ കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മീനാണ് കേട്ടോ, പച്ചയും പിങ്കൊക്കെ ആയിട്ട്. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അങ്ങനത്തെ കളറിലെ മീൻ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് നീങ്ങിയപ്പോൾ എത്തിയതൊരു ടണലിലേക്കാണ്. ടണലിൽ 2 സൈഡിൽ വെള്ളവും മുകളിലും വെള്ളമായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കണ്ടു. ഇങ്ങനെ നടന്നപ്പോഴാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ടത്. മത്സ്യകന്യകൾ. അങ്ങനെ ആദ്യം ഒരു മത്സ്യകന്യക വന്നു, ടാറ്റയ്ക്ക് തന്നു പോയി. പിന്നെ പോയിട്ട് കൂട്ടത്തിലുള്ള ഒരു മത്സ്യകന്യകയും കൂടി വിളിച്ചിട്ട് വന്നിട്ട് അവർ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെയാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നീങ്ങിയപ്പോൾ കുറേ സ്റ്റോഴ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് കൂത്താമ്പള്ളി കയറി ഞങ്ങളൊരു സെറ്റ് മുണ്ട് വാങ്ങി പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട്, ഹസ്ബൻഡിൻ്റെ. അത് നമ്മളിങ്ങനെ വന്ന് കുറേ കളിക്കണ സ്ഥലമൊക്കെ ഉണ്ട്. കളിക്കണ സ്ഥലത്ത് കയറി കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പേടി, നമ്മൾ ഉൾവലിച്ചു. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചിരുന്നതാണ്. മൈലാഞ്ചി ഇടണം എന്നൊരാഗ്രഹം. ലാസ്റ്റ് ആ ആഗ്രഹവും ഹസ്ബൻഡ് സാധിച്ചു. ഇത്രയും ഇട്ട് വന്നപ്പോൾ 200 രൂപയായിട്ടോ. ലാസ്റ്റ് നമ്മളിതൊക്കെ ഇട്ട് നേരെ ചെന്നത് ക്യൂൻസ് വാക്വേയിലേക്കാണ്. അത് കഴിഞ്ഞൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തിയപ്പോൾ 10:15 ആയി. അപ്പം നമ്മൾ വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ. ടാറ്റ ബൈ ബൈ, സീ യു.